ഭയങ്കര ഹിറ്റായ പ്രേമലു എന്ന് പറയുന്ന ഫിലിം. അതിനകത്ത് ഇയാൾ പ്രപ്പോസ് ചെയ്യുന്ന ഒരു സീനുണ്ട്. ആ പ്രപ്പോസ് ചെയ്യുന്ന സീനിൽ ഇയാൾ അത് ആ ആൺകുട്ടിയുടെ ചിന്ത എന്ന് പറയുന്നത്, നീ ഇപ്പൊ എനിക്ക് ഞാൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടി എന്റെ മുമ്പിലിരുന്ന് CV ടൈപ്പ് ചെയ്യാണെന്ന് പറയുമ്പോൾ നീ പ്രപ്പോസ് ചെയ്തതാണോ കണ്ടതെന്ന് ചോദിച്ചു. ആ ഒരു സീനുണ്ടല്ലോ, അതിനകത്ത് ഇവൻ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. പിന്നെ നീ ഇതെന്താണ്, നീ എന്നോട് എനിക്ക് CV ചെയ്തു തരുന്നു, എനിക്ക് എനിക്ക് ഇവിടെ വീടെടുത്ത് തരുന്നു, എനിക്ക് എല്ലാ ഇതും ചെയ്തു തരുന്നു, ഇത് പ്രേമം അല്ലാതെ എന്താണ്? ഇത് തന്നെ ഞാൻ ചിന്തിച്ചോണ്ടിരുന്ന അവള് ഇതൊക്കെ ബാക്കിയുള്ള ഫ്രണ്ട്സിന്റെ അടുത്ത് അവള് ചെയ്യുന്നതാണ്. എല്ലാ ഫ്രണ്ട്സിനും ഇതുപോലെ തന്നെ ട്രീറ്റ് ചെയ്യുന്ന നല്ലൊരു ഫ്രണ്ട് ആയിട്ടാണ് കുട്ടിയായിട്ട് കാണിക്കുന്നത്. നോ പറഞ്ഞു അവളെ, പിന്നെ ഒന്നിനും വേണ്ട. പിന്നെ മാത്രമല്ല, ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് അല്ലേ അതിനകത്ത് നടക്കുന്നത്. ഈ പടത്തിനെ ഗ്ലോറിഫൈ ചെയ്ത്, അല്ലെങ്കിൽ ഈ പടം ടീനേജേഴ്സിന്റെ ഇടയിൽ ഹിറ്റ് ആവുമ്പോ കുട്ടികൾ മനസ്സിലാക്കുന്ന എന്താ, ഈ സൗഹൃദം എന്ന് പറയും. അത് ഇപ്പൊ ഞാൻ ഇന്നലെ രാത്രി മുഴുവൻ ഞങ്ങളുടെ ചർച്ച അതായിരുന്നു, സൗഹൃദവും പ്രണയവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്. ഈ പുരുഷന്മാർക്ക് സൗഹൃദം എന്താന്ന് പുരുഷന്മാർ അനുഭവിക്കുന്നില്ല എന്നുള്ളത് ഒരു വലിയ ട്രോമയാണ്. ഇപ്പൊ എഡ്വിൻ ഉൾപ്പെടെ, എഡ്വിൻ പിന്നെ ഈ ഒരു വിഷയത്തിലേക്ക് വന്നോണ്ടായിരിക്കും. പക്ഷെ പുരുഷന്മാരെന്ന് പറയുന്നത് സൗഹൃദത്തിന്റെ ഒരു ഭംഗി എന്താണെന്നോ, അല്ലെങ്കിൽ സൗഹൃദം എന്താണെന്നോ അനുഭവിക്കാൻ ഒരു ഭാഗ്യമില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു ജെൻഡറിനുള്ളിൽ കിടക്കേണ്ട ഒരു സാധനമാണ്. ഉണ്ടോന്നുള്ള സംശയം പലപ്പോഴും ആണുങ്ങൾക്ക് എന്താണെന്നറിയോ, നമ്മള് പറഞ്ഞത് ആണുങ്ങൾക്ക് വെച്ചാല് അവർക്കൊരു പെണ്ണ് വേണം, എനിക്ക് അങ്ങനെ ഒരു ബന്ധമുണ്ടെന്ന് ബാക്കിയുള്ള പുരുഷന്മാരെ ബാക്കിയുള്ള പുരുഷന്മാർക്ക് ഒരു ചലഞ്ച് ഉണ്ടാക്കുക എന്നുള്ളതാണ്. എനിക്ക് ഒന്നല്ല ഒന്നിൽ കൂടുതൽ അതൊരു പ്രിമിറ്റീവ് ബിഹേവിയർ ആണ് പുരുഷന്റെ. അതിപ്പോ ഒരു ഏത് ജീവിനെ എടുത്താലും മറ്റുള്ള പുരുഷന്മാരോട് കോമ്പീറ്റ് ചെയ്തിട്ടാണ് അവിടുത്തെ ഏറ്റവും ഇതായിട്ടുള്ള ഫീമെയിലിനെ വിൻ ചെയ്യുന്നത്. ഈ സാധനം, ഈ പ്രിമിറ്റീവ് ആയിട്ടുള്ള ബിഹേവിയർ ഇപ്പോഴും പുരുഷന്മാർക്ക് ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ സൗഹൃദം എന്ന് പറയുന്നതിനെ പലപ്പോഴും പുരുഷൻ കാണുന്നത് അതൊരു അതായത് ഇപ്പൊ ഇതിന്റെ എല്ലാം ഇപ്പൊ മൈത്രേനൊക്കെ സ്ഥിരം പറയുന്ന ഒരു കാര്യമാണോ, അടുത്ത ഓഫ് സ്പ്രിങ്ങിനെ ഉണ്ടാക്കാനുള്ള ഒരു എർജ് എല്ലാ ജീവികൾക്കും ഉണ്ട്. അപ്പോൾ ഒരു സ്ത്രീ സൗഹൃദം എന്ന് പറയുമ്പോഴേക്കും ആ സൗഹൃദത്തിനെ പിന്നെ അവിടെ വെച്ച് സ്റ്റോപ്പ് ആവുകയാണ്. പുരുഷന്റെ സൗഹൃദം എന്ന് പറയുന്നത് ഞാൻ നേടി എന്നുള്ളതാണ്. പക്ഷെ അതിനെ മറികടക്കേണ്ടി എന്നുള്ള ബയോളജി അങ്ങനെ ഉണ്ടായിരിക്കും, നമ്മൾ കൾച്ചറിലാകുന്നതുകൊണ്ട് നമ്മൾ അതിനെ മറികടക്കും. അതാണ് എഡ്വിൻ ആദ്യം പറഞ്ഞ പോയിന്റ്. അതായത് നമ്മൾ സിവിലൈസ്ഡ് ആവണ്ടേ കുറച്ചുകൂടി. സിവിലൈസ്ഡ് എന്ന് പറഞ്ഞാൽ ഇത് വളരെ സബ്റ്റിൽ ആയിട്ടുള്ള പോയിന്റ് ആണ്. സിവിലൈസ്ഡ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരോട് നന്നായി പെരുമാറുക, സ്ത്രീകളെ ബഹുമാനിക്കുക, അല്ലെങ്കിൽ മറ്റു ജെൻഡറുകളെ ബഹുമാനിക്കുക, ഇതൊന്നും മാത്രമല്ല, അതിനപ്പുറത്തേക്ക് ബന്ധങ്ങൾക്ക്